ഹായ്, വെൽക്കം ടു ബിസ്മി പ്ലാനറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കൂന്തൽ കറി വെക്കുന്നതിൻ്റെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കൂന്തൽ കറിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അല്പം ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എരിവിനനുസരിച്ച് നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ടാൽ മതി. ഞാൻ അപ്പോൾ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അല്പം വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കർ മൂടി വെക്കുക. ഇനി നമുക്ക് കൂന്തൽ വെന്ത് വരുന്ന സമയം കൊണ്ട് അതിലേക്ക് ചേർക്കാനുള്ള മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം. ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം എടുക്കുക. ഞാനെല്ലാം കുറേശ്ശേ എടുത്തിട്ടുള്ളൂ. ചെറിയ ഉള്ളി അരിഞ്ഞ്, തക്കാളി അരിഞ്ഞതും ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും എല്ലാം കൂടെ നമ്മളൊരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ചേർത്ത് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇടുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഈ ചേരുവകളെല്ലാം നമ്മൾ എടുത്തേക്കുന്ന ചേർത്ത് കൊടുക്കുക. ആദ്യം ഉള്ളി ഇട്ട് വഴറ്റിയതിന് ശേഷം ഉള്ളി പകുതി വേവായി വന്നതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ച് വെക്കുക. കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. അതിനുശേഷം നമ്മളൊന്ന് തുറന്നിട്ട് വീണ്ടും നമ്മളതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. അത് നമ്മൾ എടുത്തേക്കുന്ന മീനിനനുസരിച്ചിട്ടുള്ള ഒരളവ് നമ്മുടെ ഏകദേശം കണക്ക് വെച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് പെരുംജീരകം ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ കൂന്തൽ വെന്തിട്ടുണ്ടാവും. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ നമ്മൾ ഈ മസാല വഴറ്റിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും, നമുക്ക് വെള്ളം കൂടുതൽ വേണ്ടുന്നവരാണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് അവനവൻ്റെ പാകത്തിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് ഇത് അടച്ച് വയ്ക്കുക. കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുക. അപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ കൂന്തൽ വേവിച്ചതാണ്. പിന്നെ നമ്മൾ ഈ മസാലകളൊക്കെ ഒന്ന് വേവുന്ന ആ ഒരു സമയം, പിന്നെ നമ്മൾ ഗ്രേവി നമുക്കനുസരിച്ച് തിക്കിൽ വേണ്ടുന്നവരാണെങ്കിൽ തിക്കിലുള്ള ഗ്രേവിയൊക്കെ കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വേവിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഇതെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എളുപ്പത്തിലുള്ള കൂന്തൽ കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോസിനായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.